മെന്നെ അവിടെ പോയി കുത്തിരിക്കടോ. വരുന്നടങ്ങന്മാരി ഓരോ സാധനങ്ങൾ. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതിന് നമ്മൾ തുടങ്ങിയില്ലല്ലോ. എന്നാ തുടങ്ങി കഴിയാം. വേണ്ട, എനിക്ക് ധൃതി. അപ്പടെ നിൽക്കുന്നായത് എങ്ങോട്ട് നമ്മൾ പോകുന്നത്? ഇത് മുഴുവൻ കേട്ടിട്ട് പോയാൽ മതി. ദുബായിലാണ് ആദ്യമായിട്ട് പോപ്പ് മ്യൂസിക് ഉണ്ടായത്. വത്തിക്കാനിൽ നിന്നും ഒരു പോപ്പ് കുറച്ച് ദിവസത്തെ ലീവ് എടുത്ത് ദുബായിൽ വന്നു. അപ്പോ അവിടെ ഒരു ഷെയ്ക്ക് ഗംഭീരമായിട്ടൊരു മാപ്പിളപ്പാട്ട് അങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ടിട്ട് അരമൂത്ത പോപ്പ് ഷെയ്ക്കിന്റെ മൈക്ക് ഒരൊറ്റ പിടിച്ചങ്ങോട്ട് വെച്ചിട്ട് ഒരൊറ്റ ഇംഗ്ലീഷിൽ ഒരൊറ്റ പാട്ടാണ്. അന്ന് മുതലാണ് ലോകത്തിന് പോപ്പ് സംഗീതം അല്ലെങ്കിൽ പോപ്പ് മ്യൂസിക് ഉണ്ടായത്. പക്ഷേ എനിക്കിഷ്ടം തൊമ്മാങ്കുടിയുടെ കേച്ചേരിയാണ്. എന്ത് കേച്ചേരി? തൊമ്മാങ്കുടി ശ്രീനിവാസൻ നായരുടെ കേച്ചേരി. ശരിയായില്ലേ? പക്ഷേ തൊമ്മൻകുടിയുടെ മാപ്പിളപ്പാട് കേട്ടിട്ടുണ്ടോ? ഇല്ല, അത് കേൾക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അതിനുള്ള ഭാഗ്യം കാറിന്റെ പുറത്ത് കുറെ പെട്ടികളായിട്ട് പോകുന്നത് ആരാ? ലോറിയല്ലേ? എന്റെ മോൻ കേശവൻകുട്ടി ആയിരിക്കില്ലേ? കേശവൻകുട്ടി, ഏത് ചച്ചാണോ അത്ര സ്പീഡ് കൊണ്ടുപോകണേ? ഒന്ന് നിർത്താൻ. അയ്യോ മോനെ, മോനെ എവിടെയാണ് മോനെ? ഗേറ്റ് തുറക്കണ, ഗേറ്റ് തുറക്കണം. എന്റെ എന്താണ് പെട്ടി ഒരുപാടുണ്ടടാ. കണ്ണ് വെക്കലടാ പട്ടി, മാറടാ. അയ്യോ സൂക്ഷിക്കണം. അത് വാച്ച സൂക്ഷിച്ചോളാം. ഇന്ന് തന്നെ മരിച്ചാൽ നീല ബാഗോ? നീല ബാങ്ക് ഇന്ന് മോനെ കെട്ടഴിക്കണം. അവിടെ അവിടെ അങ്ങോട്ട് വെക്ക്. 1 2 3 4 5 6 പെട്ടിയുള്ളൂ മോനെ. എടാ ഒരു 10-20 പെട്ടി കൊണ്ടുവരില്ലേ? നീ ബോംബെന്ന് വരില്ലേ? അതിനകത്ത് പെട്ടി വല്ലതും ഉണ്ടോ? നിങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റിയല്ല. നീ അച്ഛനോടൊരു തെറ്റ് ചെയ്തു. എന്താ അച്ഛാ? എനിക്ക് തീരെ ഇഷ്ടായില്ല. നമ്മളെ കാറിന്റെ കളർ എനിക്ക് ഇഷ്ടായില്ല. നമ്മുടെ കാറല്ല അച്ഛാ, നമ്മുടെ കാറല്ലേ? എന്താ എന്താ വാടക? വാടക 100 രൂപ. നീ 10-15 കൊടുത്ത് വീട്. ഇത്രയും ലഗേജ് ഒക്കെ ഉള്ളതല്ലേ? ഇത്രയും ലഗേജ് ഇവന്റെ തലയിൽ വെച്ചിട്ടാണോ കൊണ്ടുവന്നത്? കാറിൽ കൊടുത്ത് വെച്ചിട്ടല്ലോ കൊണ്ടുവന്നത്. എന്തെന്ന് വന്ന് ആ കൊടു, ഒരു 16 കൊടു. 16 നീ അപ്പടി പിടി. നീ പെട്ടി നോക്കി ഇവിടെ നിന്ന് അച്ഛൻ്റെ അകത്ത് വെച്ചിട്ട് വരാം. വൈദ്യരെ എങ്ങോട്ടാ? അല്ല, തനിക്ക് നീ വേഷത്തിൽ കാണുമ്പോഴെങ്കിലും ഡോക്ടറെ എന്ന് വിളിച്ചൂടെ? മാതൃഭാഷയിൽ വിളിച്ചെന്നുള്ളൂ. നമ്മുടെ കുറ്റിക്കാട്ടിൽ അവറാച്ചനെ മെഡിക്കൽ കോളേജിൽ നിന്ന് തിരിച്ചുകൊണ്ടുവന്നു. ഞാൻ അറിഞ്ഞു. ബ്ലഡ് ക്യാൻസറാ, രക്ഷപ്പെടില്ല എന്ന് ഉറപ്പായപ്പോ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ അതൊക്കെ പറയും. നിങ്ങൾ നോക്കിക്കോ, ഒരാഴ്ചക്കകം ഞാൻ സുഖപ്പെടുത്തിയെടുക്കും. ഇതിനൊക്കെ ഒരു കൈപുണ്യം വേണം. ഉവ്വേ, ഈ ബ്ലഡ് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞ പണ്ടായിരുന്നു വലിയ അസുഖം. ഇപ്പൊ എയ്ഡ്സ് ആണ് ഒന്നാമൻ. ഈ എയ്ഡ്സ് എന്ന് കേട്ട മെഡിക്കൽ കോളേജിൽ ഓടും. പക്ഷേ സംഗതി നിസ്സാര. എനിക്ക് എയ്ഡ്സ് വന്നപ്പോ ഇത് ചെവി അറിയാതെ ഞാൻ തന്നെ അങ്ങ് ചികിത്സിച്ചു. എനിക്ക് വൈദ്യരെ ഒന്ന് കാണണം. എന്നെയോ? ഡോക്ടർ ഡോക്ടറെ ഒന്ന് കാണണം. എന്താ വല്ല എയ്ഡ്സോ കാര്യമുണ്ടോ? അയ്യോ അതല്ല, എനിക്ക് വായുവിന്റെ ഉപദ്രവമുണ്ട്. ഓ, ഇതാണിപ്പോ? കുഴപ്പമില്ല, വൈകുന്നേരം ഹോസ്പിറ്റലിലേക്ക് വരും. അങ്ങടാണോ പോണത്? അതെ. എന്നാ ഞാൻ പിന്നിലേക്ക്. അതിന് പിന്നിൽ നടന്നു വന്നാൽ മതി കേട്ടോ. ഞാനൊരു പാത്രം കൊണ്ടുവന്നുണ്ടായിരുന്നില്ല, അതെവിടെ വെച്ചു? കൊണ്ടുവന്നായിരുന്നു. ഇതാ അതന്നെ. എനിക്ക് തിരക്കല്ലേ വെളിവില്ലേ? എല്ലാവരും പോയിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ മതി. കേശവൻകുട്ടി ഉടനെ എവിടെയും പോകുന്നില്ല. ഒന്ന് വാൾക്കുന്ന മാറിന്നെ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? കേശവൻകുട്ടി 2 ദിവസം പ്ലെയിനിലിരുന്ന് യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്. ഇത്ര ശുദ്ധമായി ശ്വസിച്ച് വിശ്രമിക്കട്ടെ. നിങ്ങളോട് പറഞ്ഞാ മനസ്സിലാവൂലേ പൊതുജനമേ? വാസുവേട്ടൻ പറഞ്ഞ കേട്ടില്ലേ? നിങ്ങൾ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വരണം. വാസുവേട്ടാ, കേശവൻകുട്ടി ഞാനുമായിട്ട് സ്കോച്ച് വിസ്കി കഴിക്കുന്നു ഇന്നലെ സ്വപ്നത്തിൽ കണ്ട. ശരിയായി, വളരെ ശരിയായി. സ്വപ്നത്തിൽ കണ്ടേ വളരെ
നന്നായി. അവൻ കുടി നിർത്തി. ഇനി സ്വപ്നത്തെ കുടിച്ചോണ്ടാ മതി കേട്ടാ. അപ്പൊ ചേട്ടാ നിനക്ക് എന്താണ് മലയാളം പറഞ്ഞ് മനസ്സിലാവില്ലേ? ഒന്ന് പോടാ. ഞാൻ ചക്കാത്തല്ല. ഈ കേയും കുട്ടിക്ക് ബോംബെയിൽ എന്ത് പണിയെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? കപ്പലും എണ്ണ കമ്പനിയും വജ്രക്കല്ല് കച്ചവടമൊക്കെ ഉണ്ടെന്നല്ലേ തന്ത നിങ്ങളപ്പുറം ധരിപ്പിച്ചിരിക്കുന്നത്? അതൊക്കെ ആ പന്ന പീറ തന്തയുടെ വാചകമടിയാണ്. ഈ തന്ത ഇവനെ നശിപ്പിക്കും തീർച്ച. കപ്പലുണ്ടല്ലേ? കപ്പലുണ്ടോന്ന് എനിക്കറിയില്ല. അവിടെ മണ്ണെണ്ണ കമ്പനിയില് മണ്ണെണ്ണപ്പാട്ട കഴുകലായിരുന്നു അവന്റെ ജോലി. അവൻ അടുത്ത് വന്നപ്പോ ഒരു സ്മെല്ലടിച്ചില്ലേ? സ്പ്രേയുടെ മണം. അയ്യ, അത് സ്പ്രേയുടെ മണമല്ല, മണ്ണെണ്ണയുടെ മണമാ. അതറിയാതിരിക്കാൻ വേണ്ടി സ്പ്രേ അടിച്ചിരിക്കുക. ഇപ്പൊ നിങ്ങൾ മനസ്സിലായല്ലോ എല്ലാരും. പോ 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 പോ. ഇനിയിപ്പോ സൈക്കിളിന്റെ വാടക എങ്ങനെ കൊടുക്കും? ഇതല്ല കേശവൻകുട്ടി പഴയ ആളെ അല്ലേ കുഞ്ഞെ? നല്ല തടിയും നിറവും ആളാകെ മാറിപ്പോയി. എന്താ ശങ്കരനെ വിട്ടിട്ട് നോക്കുന്നുണ്ടോ? കുഞ്ഞെ സക്സസ്. ഇനി പേടിക്കാനൊന്നുമില്ല. 2 ദിവസം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ പ്രശ്നമാകുമായിരുന്നു. സംഭവം കുടലിലായി. എന്റെ 30 വർഷത്തെ സർവീസിനിടയ്ക്ക് ഇത് ആദ്യത്തെ സംഭവ. വളരെ നന്ദിയുണ്ട് വൈദ്യരെ. അല്ല ഡോക്ടറെ. അപ്പുവാ, ഇതൊരു 50 കുറവുണ്ടല്ലോ. അല്ല ഇത് മതി വൈദ്യരെ. ഡോക്ടറെ ശരീരം ഒന്നാകെ ഇളകിയതല്ലേ? വല്ല ചവനപ്രാശമോ കരിങ്കുരുക്ക് രസായനമോ മേടിച്ച് കഴിക്കാൻ ഒരു 50 രൂപ കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അത് മാത്രമേ എൻ്റെ ഉള്ളൂ. പാലം കിടക്കോളം നാരായണ, പാലം കിടന്നു കഴിഞ്ഞാൽ കൂരായണ എന്ന് പറഞ്ഞ പോലെ ആയല്ലത്. എസ്റ്റിമേറ്റ് ഫിക്സ് ചെയ്തിട്ടാണ് ഞാൻ കേസ് അറ്റൻഡ് ചെയ്ത്. അയ്യോ, എന്റെ പൊന്നു വൈദ്യരല്ലേ? പൊന്നു ഡോക്ടർ. അല്ല ഡോക്ടർ അല്ലേ? ഡോക്ടർ എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിലേ ഈ എക്സ്പ്രസിന്റെ പെടലിലായനെ. സാരല്ല, 4 ആൾ അറിയുന്നേ ഉള്ളൂ. 50 രൂപ കൂടി കൊടുക്കേട്ടാ. വല്യമ്മച്ചി കരിങ്കുരുക്ക് രസായനം മരുന്ന് നിശ്ചയിക്കുന്നത് ഞാനല്ലേ? ജീരവെള്ളം കൊടുത്താൽ മതി. 50 രൂപ കൊണ്ടുവന്ന്. വിശ്വാസമായിട്ട് പോകാമല്ലോ. പിന്നെയും സംശയം ബാക്കിയോ? ഞാനേ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. കുട്ടിക്കാരാലോ? പോയിക്കോളൂ. മേലിൽ ഇത്തരം സംഭവങ്ങൾ പറ്റാതെ സൂക്ഷിക്കുക. അഥവാ പറ്റിപ്പോയെങ്കിൽ എവിടെങ്കിലും ചെന്ന് നാറാതെ ഇവിടെ വരിക. ഹലോ, ഒരു ചാർമിനാർ സിഗരറ്റ് തരാൻ. ഒരു ചാർമിനാർ സിഗരറ്റ് വേണം. എന്ത് മൈനാർ വേണമെങ്കിലും തരാം. കട തുറന്നിട്ടേ കൈനീട്ടം വിട്ടില്ല. അതുകൊണ്ട് ആദ്യം കാശില്ല. ഭഗവാനെ, ഭഗവതി, ഗണപതി ഭഗവാനെ. ഒന്നെടുക്ക്. കണ്ണ് തെറ്റിയ ഇന്ത്യയിൽ കിട്ടുന്ന ഈ ചാർമിനാർ നല്ല ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എന്റെ മകൻ ബോംബെയിലെ കുത്തബ് മൈനാറിൽ നിന്നും പേർഷ്യൻ ചാർമിനാർ കൊണ്ടുവന്നുണ്ട്. അതായത് ഈ അറേബ്യൻ ചാർമിനാർ. കണ്ട, ഇതിന്റെ കളർ എന്ന് കണ്ടാ പോരെ, നല്ല സ്വർണ്ണ കളർ. മഞ്ഞ കളറല്ലേ? അത് എന്റെ മോന് മഞ്ഞപ്പിത്തുള്ളത് കൊണ്ടാ കാണുന്നതൊക്കെ മഞ്ഞ. പഞ്ചായത്ത് ചായ കൊണ്ടുപോടാ. അപ്പൊ പഞ്ചസാരയുടെ അസുഖം ഉണ്ടല്ലേ? എന്റെ മകൻ കേശവൻകുട്ടിയുടെ മണി ഓർഡർ വാങ്ങാൻ തുടങ്ങിയ അന്നാണ് ഈ കിഡ്നി ഡിസീസിന്റെ ആരംഭം. മൂത്രം പരിശോധിച്ച് നോക്കിയോ? അതൊക്കെ പണ്ട് മൂത്രം പരിശോധിക്കലും മലം പരിശോധിക്കലും ഒക്കെ. ഇപ്പം ബാങ്കിൽ എത്ര ഡിപ്പോസിറ്റ് ഉണ്ട് അതിന്റെ കണക്കനുസരിച്ച ഡയബറ്റീസിന്റെ അളവ് കണക്കാക്കുന്നത്. ഞാൻ പോവാ. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? വലിയ പണക്കാരുടെ അസുഖത്തെ കുറിച്ച്. കണ്ടില്ലേ, എനിക്ക് ഡയബറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവന്റെ അസൂയ. നീയൊക്കെ 10 ജന്മം ജനിച്ചാലും നിനക്ക് ഡയബറ്റീസ് വരില്ല.
പണക്കാരനാവണം. അനന്താ 200 രൂപ കടന്താ. ബോംബെ വാല കേശവും കൂട്ടി വരുന്നുണ്ട്. ഓ, അവന്റെ ഒടുക്കത്തെ ഒരു ജാട. പണ്ട് ഇവിടെ പാക്കും പെറിക്കൊണ്ട് നടന്നവനാ. ഇപ്പൊ ബോംബെയിൽ കള്ളക്കടത്തോ പിടിച്ചു പറയുകയൊക്കെയാണ് തൊഴില്. വല്ലവരും നന്നാവുന്നത് കണ്ട് അസൂയപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. താൻ തന്റെ കാര്യം നോക്ക്. വാ. തമാശ പറയല്ലേ. അനന്തനെ കാണാനേ ഇല്ലല്ലോ. ഇടയ്ക്ക് വീട്ടിലോട്ടൊന്ന് വാ. വരാം, സമയമുണ്ടല്ലോ. ഞാൻ വന്നിരുന്നു. നല്ല ഉറക്കത്തിലായതുകൊണ്ട് ശല്യപ്പെടുത്താതെ തിരിച്ചു പോന്നു. സ്കോച്ച് അടിച്ചോണ്ട് കിറി കിടക്കരുതല്ലേ. ഞാനിപ്പോ മദ്യപിക്കാറില്ല. ഞാനും. അനന്തന്റെ വിവാഹം ഒന്നും ആയില്ലേ? മരണമാല്യം വരണമാല്യം കൈമാറിയാ മതി, ബാക്കിയൊക്കെ ആയി. കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. കൃഷ്ണ, നമുക്ക് പോവാം. അപ്പോഴേ അനന്ത കുഞ്ഞെ, നമ്മുടെ ചായക്കടക്കാരി അമ്മണിക്കുട്ടിയായിട്ട് എന്താ ഒരു ലൈൻ? അതിന് കേശവൻകുട്ടിക്ക് എന്താ? അല്ല, എനിക്കൊന്നുമില്ല. പക്ഷേ തറവാട്ടുകാർക്ക് ചേർന്നതല്ല. അല്ലല്ല. പോവാം. ഞാൻ പോയിട്ട് പിന്നെ വരാം. കൃഷ്ണ, ഇങ്ങനെ ഒരു പന്ന നാറിശാവും അല്ലേ അനന്ത? ആ വൈദ്യരോ, ഞാൻ ഇന്ന് അങ്ങോട്ട് വന്ന് കാണാതിരിക്കായിരുന്നു. എന്താ കാര്യം? അണ്ണാ മൂത്താലും മരം കയറ്റം മറക്കാൻ പറ്റുമോ? ഞാൻ കുറച്ചു വർഷമായിട്ട് നിർത്തി വെച്ചിരിക്കുന്ന ഗുസ്തി ഒന്ന് അവതരിപ്പിച്ചാലോ എന്ന് ആലോചിക്കുക. നല്ല കാര്യമാണ് കേട്ടോ. എന്നാലും ഞാനായിട്ടൊരു ഗുസ്തി വേണോ? വൈദ്യര് വിചാരിച്ചാ ഞാൻ മരിക്കും. എന്താ? അല്ല, ജയിക്കും. എങ്ങനെ? ഈ ഉത്തേജക മരുന്ന് എന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ടല്ലോ. ഉണ്ടല്ലോ. ഉത്തേജക ചികിത്സ എന്റെ സ്പെഷ്യൽ ചികിത്സയാണ്. ആ മരുന്ന് കൊടുത്തിട്ടല്ലേ ഞാൻ ഇന്ന് ഈ കാണുന്ന പേരും പ്രശസ്തൊക്കെ ഉണ്ടാക്കി. കൃഷ്ണനല്ലേ ഓടി വരണേ? നിൽക്കട്ടെ, ആരായാലും ഒരു ദുശകുലാണ് വരുന്നത്. വരട്ടെ. എടോ വൈദ്യരെ, ഡോക്ടർ. ഡോക്ടറെ, താൻ എന്നെ ചതിക്കരുതല്ലേ. താൻ ചെയ്ത ചികിത്സ ഫലിച്ചില്ല, ഞാൻ മാറി. ഞാനൊരു കണ്ടോ എന്താണ് ഉത്തേജക മരുന്ന? അതതിന് ആണുങ്ങൾ ഉത്തേജകം വരുന്നല്ല, ഇത് പെണ്ണുങ്ങളത്. പെണ്ണുങ്ങടെ താൻ ഇനി വിഷവൈദ്യം ചെയ്താൽ മതി. എന്റെ മേടിച്ച് 250 രൂപയും കൊണ്ട് ഞാൻ ഒരു ഗുസ്തിക്കാരനെ പറയട്ടോ. എന്റെ ഷർട്ട് അയ്യോ, ഓടണ്ട.